എല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കുകയാണ്. കാനം ബ്രദറൻ സഭ നടത്തിവരുന്ന ഭവനങ്ങളുടെ മുറ്റത്തുള്ള കൺവെൻഷൻ്റെ മൂന്നാമത്തെ കൺവെൻഷനാണ് ഇവിടെ നടക്കുന്നത്. കൺവെൻഷൻ എന്ന് പറയുമ്പോൾ ഭവനങ്ങളുടെ മുറ്റത്ത് നടത്താൻ പറ്റുമോ എന്ന് പലർക്കും ഒരു ചിന്തയുണ്ടാകാം. എന്നാൽ അത് നടത്താൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് ഞങ്ങൾ ഈ ദിവസങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ. ഇങ്ങനെ പ്രിയ സാമിച്ചാൻ്റെ ഭവനത്തിൻ്റെ മുറ്റത്ത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഈ യോഗം ഞങ്ങൾ സംഘടിപ്പിക്കുന്നത്. ഈ പരിസരവാസികളായി പ്രദേശത്തുള്ള പ്രിയപ്പെട്ടവർ, സഭയിലുള്ള സൗകര്യസ്വരന്മാർ, വിവിധ സഭകളെ പ്രതികരിച്ചുകൊണ്ട് ഇന്ന് രാത്രി ഇവിടെ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രത്യേക ഞങ്ങളുടെ സഭയായിട്ടുള്ള എല്ലാ വന്ദനവും അറിയിക്കുകയാണ്. ഈ ശബ്ദവാഹിനിയുടെ പരിധിയിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വന്ദനം അറിയിക്കുന്നു. ഇന്ന് രാത്രിയിലെ ദൈവവചന ശുശ്രൂഷയുടെ ആധാരമായി വളരെ ലളിതമായ ഒരു വേദഭാഗം, നിങ്ങൾക്കെല്ലാവർക്കും സുപരിചിതമായ, കാണാതറിയാവുന്ന ഒരു വേദഭാഗം നമുക്ക് ചേർന്ന് വായിക്കാം. വേദപുസ്തകമുള്ളവർ എന്നോട് ചേർന്ന് ആ വേദഭാഗം എടുത്ത് വായിക്കണം. കാണാതെ തന്നെ ഇവിടെ ഇരിക്കുന്ന ഭൂരിപക്ഷം പേർക്കും അറിയാവുന്ന വാക്യമാണ്, എങ്കിലും എന്നോട് ചേർന്ന വാക്യം വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിൻ്റെ ഇഷ്ടത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. സുവിശേഷത്തിൻ്റെ ഹൃദയം എന്ന് വേദപണ്ഡിതന്മാർ പറയുന്ന ഒരു വേദഭാഗമാണ് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം. ലോകമെമ്പാടും ഈ സുവിശേഷം ജാതി മത വർഗവർണ്ണ വ്യത്യാസം കൂടാതെ കഴിഞ്ഞ 20 നൂറ്റാണ്ടുകളായി പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട കാരണം ഈ വാക്യമാണ്. ജാതിയുടെയോ വർഗത്തിൻ്റെയോ വർഗവർണ്ണ വ്യത്യാസങ്ങളുടെയോ അതിർവരമ്പുകളില്ലാതെ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവ മകനാകാൻ ദൈവം അധികാരം കൊടുത്തിരിക്കുന്നു. അതിൽ സന്തോഷമുള്ളവരെന്ന് സ്തോത്രം പറഞ്ഞേ. ഈ പ്രപഞ്ചത്തിൻ്റെ ഉടമസ്ഥനായ സർവശക്തനായ ദൈവത്തിൻ്റെ മകൻ എന്നുള്ള സ്ഥാനത്തേക്ക് ഒരു മനുഷ്യനെ കൊണ്ടുവരുന്ന മഹത്തായ ഒരു സംരംഭമാണ് സുവിശേഷം. അതുകൊണ്ട് തന്നെ സുവിശേഷം ഏതെങ്കിലും ഒരു മതത്തിൻ്റെ പ്രചരണമല്ല, ഏതെങ്കിലും ഒരു പ്രത്യേക സഭയുടെ ആശയ സംഹിതയല്ല, കുറെ ആളുകൾ ഒരുക്കിക്കൂട്ടി തയ്യാറാക്കിയ ഒരു തത്വസംഹിതയല്ല. സുവിശേഷം എന്ന് പറയുന്നത് അഖില ലോകത്തിൻ്റെയും ഉടമസ്ഥാവകാശമുള്ള സർവശക്തനായ ദൈവം ഈ അവനിയിലെ സകല മനുഷ്യനും വേണ്ടി അണിയിച്ചൊരുക്കിയിരിക്കുന്ന മഹത്തായ രക്ഷയുടെ വിളംബരമാണ്. ഇവിടെ പ്രിയ സഹോദരൻ ശിവദാസൻ മനോഹരമായൊരു പാട്ട് പാടി, നിങ്ങൾ മനസ്സിലാക്കി കേട്ട് കാണും. ആ പാട്ട് എന്താണ്? രാജാത്മജ വിരുന്നതിൻ വിളംബരമാണ്. ദൈവം മനുഷ്യവർഗത്തിന് വേണ്ടി ഒരുക്കിയ രക്ഷാമാർഗം ഒരു വിരുന്നാണ്. ആ വിരുന്നിലേക്കുള്ള വിളംബരമാണ് സുവിശേഷ സന്ദേശം എന്ന് പറയുന്നത്. സുവിശേഷത്തിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്ര വിഷയം എന്ന് പറയുന്നത് വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവാണ്. തിരുവഴുത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അത് വളരെ വ്യക്തമായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. തിമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനം അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ദാവീദിന്റെ സന്തതിയായി മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എൻ്റെ സുവിശേഷം. അപ്പൊ സുവിശേഷം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ നല്ല വാർത്ത എന്നാണ്. നല്ല വാർത്ത എന്ന് പറയുന്നത് ഈ ലോകത്തിലെ ഒരു മനുഷ്യനെ കുറിച്ചും പറയാൻ പറ്റുന്ന കാര്യമല്ല, ലോകത്തിലെ ഒരു സമൂഹത്തെ കുറിച്ചും പറയാൻ പറ്റുന്ന കാര്യമല്ല. നമ്മൾ ഈ സമൂഹത്തിലെ മനുഷ്യന്റെ നന്മകളും ഗുണങ്ങളും ഒക്കെ ഒരു വശത്തുകൂടെ വാരിക്കോരി പറയുമ്പോൾ മറ്റൊരു വശത്തുകൂടെ വളരെ മോശമായി ചിത്രീകരിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. എന്നാൽ കഴിഞ്ഞ 20 നൂറ്റാണ്ടുകളായി 2025 വർഷമായി ലോകത്ത് ഒരു വ്യക്തിക്കും തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ പറ്റാത്ത
ഒരു വ്യക്തിവിശേഷമാണ് കർത്താവായ യേശു ക്രിസ്തു. ധന്യനായ പൗലോസ്ലീഹ പറയുന്നത് സുവിശേഷം എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ്, അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ദാവീദിന്റെ സന്തതിയായി ജനിച്ചിട്ട് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എൻ്റെ സുവിശേഷം. ഇന്ന് രാത്രി ഭവനാങ്കണത്തിൽ ഞങ്ങൾ ഉച്ചേത്സരം ഒരുമിച്ച് പ്രഘോഷിക്കുന്ന ഈ സുവിശേഷം എന്ന് പറയുന്നത് ദാവീദിന്റെ സന്തതിയായി ജനിച്ചിട്ട് മരിച്ചിട്ട് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള അനുഗ്രഹീതമായ ഒരു സന്ദേശമാണ്. ഈ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിലേക്ക് നിങ്ങൾ വരുമ്പോൾ 1-ാം അധ്യായത്തിന്റെ 12 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചാൽ നമുക്കറിയാം, വേദപുസ്തകം പരിചിതമില്ലാത്ത ആളുകൾക്ക് പോലും ബൈബിൾ നമ്മൾ കൊടുക്കുമ്പോൾ അവരോട് വായിക്കാൻ ആവശ്യപ്പെടുന്നത് ഈ യോഹന്നാന്റെ സുവിശേഷമാണ്. അത്ര ലളിതവും അത്ര അഗാധവുമാണ് ഈ സുവിശേഷത്തിന്റെ പ്രത്യേകത. ഈ സുവിശേഷത്തിന്റെ 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ ഈ സുവിശേഷത്തിന്റെ കാരണഭൂതനായ കർത്താവായ യേശു ക്രിസ്തുവിനെ സംബന്ധിച്ച് വിശദമായ ഒരു വിശദീകരണം യോഹന്നാൻ ലോക ജനതയ്ക്ക് നൽകുകയാണ്. അദ്ദേഹം ഈ സുവിശേഷം എഴുതുമ്പോൾ യവന ഭാഷയിൽപ്പെട്ട യവന സംസ്കാരത്തിൽപ്പെട്ട ഒരുപറ്റം ആളുകൾക്കാണ് ഈ സുവിശേഷം എഴുതുന്നത്. അദ്ദേഹം ഈ സുവിശേഷം എഴുതുമ്പോൾ ആദ്യമായി ആ സുവിശേഷത്തിൽ പറയുന്ന വാക്ക് എല്ലാവർക്കും അറിയാം, ആദിയിൽ വചനം ഉണ്ടായിരുന്നു. കഴിഞ്ഞൊരു ദിവസം ഒരു സ്ഥലത്ത് ഒരു പ്രസംഗം ഞാൻ കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഒരാൾ പറഞ്ഞത്, അദ്ദേഹം വചനത്തെ കുറിച്ച് പറഞ്ഞത് വചനം വേദപുസ്തകമാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് വേദപുസ്തകം വചനമാണ്, എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന വചനം വേദപുസ്തകമല്ല. പക്ഷെ അദ്ദേഹം ഈ വാക്യം വായിച്ചിട്ട് പറഞ്ഞത്, ആദിയിൽ വേദപുസ്തകം ഉണ്ടായിരുന്നു, വേദപുസ്തകം ദൈവത്തോടു കൂടിയായിരുന്നു. അടുത്ത വാക്യം പുള്ളി പറഞ്ഞില്ല. അടുത്ത എന്താന്ന് നിങ്ങൾക്കറിയാം, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. എന്തായാലും ആ വാക്ക് മാത്രം പുള്ളി പറയാഞ്ഞതിൽ എനിക്ക് അദ്ദേഹത്തോട് വളരെ സന്തോഷം തോന്നി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ വചനം എന്ന് പറയുന്നത് ലോഗോസ് എന്ന് പറഞ്ഞാൽ യവന തത്വചിന്തകന്മാർ, യവന തത്വശാസ്ത്രജ്ഞന്മാർ ഈ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും കുറിച്ചൊരു പഠനം നടത്തിയപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി, ഈ ഭൂമണ്ഡലത്തെ നിർമ്മിച്ച ഒരു സൃഷ്ടിതാവുണ്ട്, ഇതിനൊരു കാരണമുണ്ട്. നമുക്കറിയാം, കാരണമില്ലാതെ ഒന്നും ഈ ലോകത്തിൽ ഉണ്ടാകുന്നില്ല. നമ്മൾ ഇരിക്കുന്ന കസേര ഒരു കാരണമുണ്ട്, ഉള്ളത് കൊണ്ടാണ് വയ്ക്കുന്നതിനൊരു സൃഷ്ടിതാവുണ്ട്. നമ്മുടെ കയ്യിൽ കെട്ടിയിരിക്കുന്ന വാച്ചിനൊരു സൃഷ്ടിതാവുണ്ട്. നിങ്ങൾ ഈ ഭൂമിയിലെ ഏത് പരമാണുവിനെയും ഒന്ന് പരിശോധിച്ചാൽ അതിനെല്ലാം ആരംഭം കുറിക്കപ്പെട്ട ഒരു കാരണമുണ്ട് എന്ന് കാണാൻ കഴിയും. അതുകൊണ്ട് യവന തത്വശാസ്ത്രജ്ഞന്മാർ ലോകത്തോട് വിളംബരം ചെയ്തു, ഈ അണ്ടകടാഹത്തിന്റെ സൃഷ്ടിതാവും ഉടമസ്ഥനായ ദൈവമുണ്ടെന്ന് അവർ പറഞ്ഞില്ല, ഇതിനെല്ലാം ഒരു കാരണമുണ്ട് എന്ന് പറഞ്ഞു. ആ കാരണത്തിന് അവർ കൊടുത്ത പേരാണ് ലോഗോസ്. ആ ലോഗോസ് എന്നുള്ള വാക്ക് യോഹന്നാൻ തന്റെ സുവിശേഷത്തിൽ യവന ഭാഷക്കാർക്ക് എഴുതുമ്പോൾ അദ്ദേഹം പറയുന്നത്, ആദിയിൽ ലോഗോസ്, ആദിയിൽ വചനം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ആദിയിൽ ലോഗോസ് ഉണ്ടായി എന്നല്ല, ആദിയിൽ വചനം ഉണ്ടായിരുന്നു. ഈ 13 വാക്യങ്ങളിൽ ഇവിടെ ലോഗോസ് എന്ന് പറയുന്നത്, വചനം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ആരാധിക്കുന്ന, അംഗീകരിക്കുന്ന, നമ്മളെ ജീവിതത്തിന്റെ ഭാഗമായി കൊണ്ടു നടക്കുന്ന വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവാണ്. ആ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് യോഹന്നാൻ പ്രഖ്യാപിക്കുകയാണ്, അവൻ ലോഗോസ് ആണ് എന്ന് പറഞ്ഞാൽ ഈ അണ്ടകടാഹത്തിന്റെ മുഴുവൻ ഉടമസ്ഥാവകാശമുള്ള, ഇതിന്റെ മുഴുവൻ നിയന്ത്രിതാവായ ഉടമസ്ഥനായ വ്യക്തിയാണ് കർത്താവായ യേശു ക്രിസ്തു.